ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കൊഞ്ച് റോസ്റ്റും മസാല ചോറ് എങ്ങനെ ഉണ്ടാക്കണം നോക്കാം നമുക്ക്. ഞങ്ങളുടെ രീതിക്കാട്ടോ ഞാൻ ഉണ്ടാക്കുന്നതെന്ന് പറയാം, പലരും പല രീതിക്കാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അത് ഞാൻ കൊഞ്ചൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്ത് ഇനി അതിനകത്തേക്ക് നമുക്ക് മസാല ഒന്ന് തേച്ചൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ മഞ്ഞൾപ്പൊടി, മുളകും പൊടി, മല്ലി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പ് ഇതെല്ലാം തേച്ച് നല്ലപോലെ അതുമ്പോൾ തേച്ച് പിടിപ്പിച്ച് നമുക്ക് അരമണിക്കൂർ അങ്ങ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ സമയം 12:45. രാവിലെ കാപ്പി കുടിച്ചുകൊണ്ട് കയറി അങ്ങ് കിടന്നുറങ്ങി. ഇപ്പോഴാണ് എണീക്കണത്. നമുക്ക് ചോറ് ശരിയാക്കിയെടുക്കണം. മസാല ചോറ് വെക്കാമെന്ന് വിചാരിച്ചിരുന്ന പിന്നെ പിള്ളേർക്കൊരു ബിരിയാണി ആവും. അതിനകത്തേക്ക് കറിയൊന്നും വേണ്ടല്ലോ, മസാല ചോറാണെങ്കിൽ ഈ റോസ്റ്റ് മതിയല്ലോ എന്ന് വിചാരിച്ച് ആദ്യം നമ്മൾ സൺഫ്ലവർ ഓയിലും നെയ്യും കുറേശ്ശെ ഒഴിച്ച് കൊടുത്ത് അതിനകത്തേക്ക് ബേ ലീഫും പട്ട, ഗ്രാമ്പ് ഇവയെല്ലാം ഇട്ട് കൊടുത്ത് ഇനി നമുക്ക് 2 സവാള കൊത്തി അരിഞ്ഞതും തക്കാളിയും കൂടുതൽ എടുക്കുന്നുണ്ട്. ഒരു 3 എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് 3 തക്കാളിയും തന്നെ ചെറുതാക്കി അരിഞ്ഞ് അതിനകത്ത് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഉപ്പിട്ട് കൊടുത്ത് ഇനി അതിനകത്തേക്ക് നമുക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളകും പൊടി, മല്ലിപ്പൊടി. അപ്പോൾ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഒരു മാഗി ക്യൂബ് ഇട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. മസാലപ്പൊടികളൊക്കെ ഞാൻ കുറേശ്ശെ ചേർത്തിട്ടുള്ളൂ. ഈ പാത്രത്തിന് 2 പാത്രം അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനെ 4 പാത്രം വെള്ളം ഒഴിച്ച് അളന്ന് തന്നെ വെക്കുന്നത്. കാരണം കുക്കറിലാകുമ്പോൾ നമ്മൾ അളന്ന് വെച്ചിട്ടില്ലെങ്കിൽ നമുക്ക് പണി കിട്ടും, അല്ലെങ്കിൽ അടി പിടിക്കും, അല്ലെങ്കിൽ വെള്ളം കൂടുതലായി വരും. ഇതായ ഒരു വിസിലടിച്ച് നമുക്ക് ചോറാവുമല്ലോ. നമുക്ക് ഉപ്പൊക്കെ കറക്റ്റ് നോക്കിയിട്ട് അടച്ച് വെച്ച് ഒരു വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. സമയം കൊണ്ട് നമ്മുടെ കൊഞ്ചൊക്കെ ഒന്ന് ഇനി വറുത്തെടുക്കണം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പിള്ളേരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പം നമുക്ക് ഇതിൻ്റെ 2 വശം ഒന്ന് മൊരിയിച്ചെടുക്കണം. സമയം കൊണ്ട് നമുക്ക് ചോറിനുള്ള ചമ്മന്തി ഒന്ന് അരച്ചെടുക്കണം. നാളികേരം വെച്ചിട്ട് ഇഞ്ചിയും വിനാഗിരിയും പച്ചമുളക് ഇഞ്ചിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് അരച്ചെടുക്കാം നമുക്ക്. അപ്പോൾ അതൊക്കെ അവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് മാറ്റി വെക്കാം. ആദ്യം മിക്സിയൊക്കെ ഒന്ന് കൊണ്ടുവെക്കട്ടെ, സ്ഥലമല്ലല്ലോ ഇതന്നെ.
പുളി കുറവാത്തോന്ന് കുറച്ചും കൂടെ വിനാഗിരി ഒഴിച്ച് കൊടുത്തേനെ. ഇപ്പോൾ ചോറൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കൊഞ്ചൊന്ന് മാറ്റി അതിനകത്തേക്ക് നമുക്ക് ഗ്രേവി ഉണ്ടാക്കാൻ 2 സവാളയും കൂടെ ഒന്ന് വഴറ്റിയിടണം. അതിനകത്തേക്ക് അതിനുള്ള മസാലപ്പൊടികളും തക്കാളിയും ഇതൊക്കെ ഇട്ട് കൊടുത്ത് നല്ലപോലെ വാടി വരുമ്പോൾ നമ്മുടെ കൊഞ്ചും കൂടെ അതിനകത്തിട്ട് ചേർത്തൊന്ന് ഇളക്കിയെടുത്താൽ മതി. നമുക്ക് നമ്മുടെ ചോറൊന്ന് കുത്തിയെടുക്കണം. ചോറൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഞാൻ കുറച്ച് നെയ്യ് ഇപ്പോഴാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. കണ്ട ചോറൊന്നും അടി പിടിക്കാതെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് ഒഴിച്ച് കൊടുക്കാം. പിള്ളേരൊക്കെ മദ്രസ ഇട്ട് വന്ന് വിശന്നിരിക്കുന്നു. ഞാനങ്ങ് കയറി കിടന്നുകൊണ്ട് എല്ലാത്തിനും വഴുകി. അപ്പോൾ ഇത്രയ്ക്കുള്ള നമ്മൾ ഇന്നത്തെ വീഡിയോ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി അഭിപ്രായം പറയാം. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക, നല്ല ടേസ്റ്റാണ്. അത് കഴിക്കാം. ഈ മസാല ചോറ്